സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനഭാഗത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കണ്ണ് ശരീരത്തിന്റെ വിളക്ക് എന്നുള്ളതിനെ പറ്റിയാണ്. വിളക്ക് കൊളുത്തി പറയൻ കീഴിലല്ല, മറിച്ച് പീഠത്തിന്മേലല്ലോ വയ്ക്കുക, അപ്പോൾ അതിന്റെ വെളിച്ചം നമ്മിലും ചുറ്റുമുള്ളവരിലും പ്രകാശം നൽകപ്പെടുന്നു. കണ്ണ് ശരീരത്തിന്റെ വിളക്കാകുന്നു. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടതാകും. യേശുനാഥൻ പറയുന്നു, ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന്. പീഠത്തിന്മേൽ കൊളുത്തി വെച്ച വിളക്കിന്റെ വെളിച്ചം നമ്മളിൽ പ്രകാശം ചൊരിയുന്നത് പോലെ കുറ്റമറ്റ കണ്ണ് നമ്മുടെ ശരീരത്തെയും പ്രകാശം ആക്കാൻ ശ്രമിക്കാം. രണ്ടാമതായി നാം കാണുന്നത് പുറമേ വെടിപ്പും വിശുദ്ധിയും ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും വെച്ച് പുലർത്തുന്ന ഒരു പരീക്ഷണിയാണ്. യേശു അവനോട് പറയുന്നു, നിന്നിൽ ദുഷ്ടത നിറഞ്ഞിരിക്കുന്നു, നിനക്കുള്ളവ ദാനം ചെയ്യുക, അപ്പോൾ നീ ശുദ്ധിയുള്ളവനാകും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ടോ, മലിനതയുണ്ടോ? എന്നാൽ അവയെല്ലാം വെടിപ്പാക്കാം. നമ്മെ തന്നെ ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കാം. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദാനധർമ്മത്തിലൂടെയും ഈ നോമ്പുകാലം ചെലവഴിക്കാം. ദൈവത്തെങ്കിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.